ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടോക്കർ കിങ്ങിൻ്റെ അക്കൗണ്ടാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ടോക്കർ കിങ്ങിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഗൈസ്. 43 ലെവലാണ്. അതുമാത്രമല്ല ഇന്ന് നമ്മൾ ടോക്കർ കിങ്ങിൻ്റെ അക്കൗണ്ടിൽ കയറിയാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, വെപ്പൺസിലേക്ക് അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. നമ്മളിന്ന് ക്രാഫ്റ്റ് ലാൻഡിൽ ഒരു ഷോട്ടോട്ട് കളിക്കാനോ അതോ ലോൺ ലൂഫിൽ ഒരു 1v1 കളിക്കാനോ ഗൈസ്. ക്രാഫ്റ്റ് ലാൻഡിൽ 1v1 കളിക്കാനേക്കാളും ഗൈസ് നമുക്ക് ലോൺ ലൂഫിൽ ഗൈസ് നമുക്കൊരു 1v1 അത്യാവശ്യം നല്ല ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഡയമണ്ട് കൊടുത്ത് മേടിച്ചല്ല ഗൈസ്, നമുക്ക് ക്ലൈം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വഴി കിട്ടതാണ്. നമുക്ക് ലോൺ ലൂഫ് നോക്കാം. ലോൺ ലൂഫ് നമുക്ക് പോയിട്ടുണ്ട്. സ്പീഡിലായിരുന്നു പോയി. ഫസ്റ്റ് കണ്ട് ആരെടുക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ്. നമ്മളെടുത്താൽ മതിയായിരുന്നു. കാരണം ഡെസേർട്ടുകൾ എടുക്കാൻ പറ്റും. നമ്മളാണ് എടുക്കുന്നത്. നമുക്കൊരു ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഷൂട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് റൗണ്ട് എടുക്കാൻ പറ്റുമോ? അതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് അടിക്കുന്നവരെ ലൈക്ക് അടിച്ച് വെക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ 100 കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. ബട്ട് ആരും തന്നെ ലൈക്ക് അടിക്കുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കും. ഓക്കെ, അവനിപ്പോൾ എവിടെ ആയിരിക്കും? അവൻ മിക്കവാറും ആ പ്ലെയിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് വരുമായിരിക്കും. നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ശരിയായ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക. ഫസ്റ്റ് റൗണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അക്കൗണ്ടാണ് ഈ നമ്മുടെ ടോക്കർ കിങ്ങിൽ. വെറും ഒരു ടൈം പാസിന് വേണ്ടിയാണ് നമ്മളിന്ന് ടോക്കർ കിങ്ങിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കയറി കളിക്കുന്നത്. ഈ ഒരു റൗണ്ട് നമുക്ക് എടുക്കാം. ഈ ഒരു റൗണ്ട് എടുക്കാൻ പറ്റുമോ നമുക്ക് മാക്സിമം നോക്കാം. ഇനി അവൻ ഏത് വഴിയായിരിക്കും വരുന്നത്? എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് നോക്കാം. അവനിപ്പോൾ പ്ലെയിൻ്റെ അവിടെ മേളിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അവനവിടെ നിൽപ്പുണ്ട്. നമ്മളെ കണ്ടിട്ടില്ല. ഇപ്പോൾ അവൻ നമ്മളെ കണ്ടിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ വെക്കാം. അവനിപ്പോൾ ഏത് വഴിയായിരിക്കും വരുന്നത്? അതാണ് ഡൗട്ട്. അവനിപ്പോൾ അവൻ താഴോട്ട് ചാടിയാ? അവൻ എന്ത് ചെയ്യുക? അവൻ താഴോട്ട് ചാടിയാ? ഇവിടെ ഉണ്ട്. സൗണ്ട് ഹെഡ് കയറിയില്ല. ഞാൻ ചാടിയുണ്ട്. അവന് പെട്ടെന്ന് അങ്ങോട്ട് ഹെഡ് പിടിക്കാൻ പറ്റി. സൈക്കോ എന്നൊക്കെയാണ് അക്കൗണ്ടിൻ്റെ പേര്. നല്ല അക്കൗണ്ടാണെന്നാണ് തോന്നുന്നത്. ശരിയായ പ്ലെയറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവൻ ഏത് കണ്ണാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവൻ ഏത് കണ്ണായിരിക്കും എടുക്കുന്നത്? എനിക്ക് തോന്നുന്നു അവൻ തോംസൺ അല്ല എക്സമേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അല്ല, വേറെ തോക്കാണ് എടുത്തേക്കുന്നത്. ഈ ഒരു തോക്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് കളിക്കാൻ അറിയത്തുള്ളൂ. കുത്തിപ്പിടിച്ചാണെങ്കിലും നമുക്ക് ഈ റൗണ്ട് എടുക്കാൻ പറ്റും നോക്കാം. അതായത് നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, അവൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. ഹാക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഗണ്ണ് സ്വിച്ച് ചെയ്ത് കളിക്കുക. അവൻ താഴെയുണ്ട്. അവൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ താഴോട്ട് തന്നെ പോകാം. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഒരു ഹെഡ് കയറുമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കാണിക്കടാ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ് കേട്ടോ. കുത്തിപ്പിടിച്ചാണെങ്കിലും നമ്മൾ ഈ ഒരു റൗണ്ട് എടുക്കാൻ പറ്റും നോക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് കേസ് നമുക്ക് ഈ ഒരു ഗണ്ണും കൊണ്ട് കുറച്ച് ഹെഡ് ഡാമേജ് കൊടുത്താലോ? നമുക്ക് ഹെഡിനിട്ട് അടിക്കാൻ പറ്റും നോക്കാം. നമുക്ക് അങ്ങോട്ട് ചെന്ന് ഇറങ്ങി. അവൻ ഈ ഒരു പോയിന്റിൽ തന്നെ നിൽക്കത്തുള്ളായിരിക്കും. ലക്കുണ്ടെങ്കിൽ ഓക്കെ, ഹെഡ് കയറി കുറച്ച്. ഓക്കെ, നമ്മൾ അങ്ങനെ ഹെഡ് അടിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് നമുക്കാണ് തോക്കെടുക്കേണ്ടത്. നമ്മൾ ഏത് തോക്കെടുക്കും? AWM ഇടുക. നമ്മളിപ്പോൾ 2 AWM എടുത്തിട്ടുണ്ട്. അവൻ AWM പ്ലെയർ ആണോ നമുക്ക് നോക്കണമല്ലോ. AWM തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് എടുക്കാൻ പറ്റും നോക്കാം. ഇതിന് നമുക്ക് 2 മാർക്ക് കൂടെ കിട്ടി നമുക്ക് ബൂയി അടിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ബൂയി അടിക്കാൻ പറ്റുമോ. അവനിനി കംബാക്ക് അടിച്ച് കയറി വരുമെന്നാണ് പേടി. ഇവൻ എവിടെ ഇരിക്കും? അവൻ എവിടെയാണ്? ചാടിപ്പോ. ഇവിടെ ഇവനെന്താണ് സൂം ചെയ്ത് വെച്ചേക്കുന്നത്? ഭ്രാന്ത്. എവിടെയാ? അവൻ നമുക്കൊരു ഡാമേജ് വന്ന് നമ്മളെ 2ാമത്തെ ഡാമേജ് അവന് കൊടുത്തു. അത്രേ ഉള്ളൂ. ഈ ഒരു റൗണ്ട് നമുക്ക് അവന് വിട്ടുകൊടുക്കാം. കാര്യം എന്താ വെച്ചാൽ അവൻ എത്ര മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മാർക്ക് കൂടെ മേടിച്ചാൽ നമ്മളെന്തായാലും ജയിക്കും. നമുക്ക് ഈ ഒരു റൗണ്ട് വിട്ടുകൊടുക്കാം. അവന് നെറ്റ് പോയോ? അവൻ കളിയിൽ നിന്ന് പോയോ? അല്ല ഗൈസ്, അവൻ പോയിട്ടില്ല. വെടിവെച്ചോടാ. ഓക്കെ, നമ്മൾ അവന് ഈ ഒരു റൗണ്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവന് 4 മാർക്ക് വരെ വിട്ടുകൊടുത്തില്ല. എന്നിട്ട് നമുക്ക് കംബാക്ക് അടിച്ച് ഒരു മാർക്കോടെ മേടിച്ച് നമുക്ക് ബൂയി അടിക്കാം. ഈ ഒരു റൗണ്ട് നമുക്ക് ചുമ്മാ കളിക്കാം. ന്യൂബായിട്ട് കളിച്ച് നമുക്ക് ഈ ഒരു റൗണ്ട് വിട്ടുകൊടുക്കാം. ഓക്കെ, ഈ റൗണ്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ടും കൂടെ ഇവനൊന്ന് എടുക്കുവാണെങ്കിൽ ഓക്കെ, അവൻ ആ റൗണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ കളിയാണ് ഗൈസ്. നമുക്കൊരു ഡെസേർട്ടുകൾ AWM പിന്നെ ഏത് എക്സമേറ്റ് വേണ്ട, നമുക്ക് M8 എടുക്കാം. ഓക്കെ, ഇത്ര നോക്കുകൊണ്ട് നമുക്ക് അവനെ തോപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ ലൈക്ക് അടിച്ച് നമുക്കൊരു മോട്ടിവേഷൻ എന്താ. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ബൊയ് അടിക്കാൻ പറ്റും. ടോക്കർ കിങ്ങിൻ്റെ അക്കൗണ്ടിൽ കയറി ബൊയ് അടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ അവിടെയാണ്. ഓക്കെ, അവൻ്റെ കയ്യിൽ ഏതോ കള ഇരിക്കുന്നത്. അതിൽ ഒരു ഷോട്ട് കൊടുത്തിട്ടുണ്ട്. എക്സമേറ്റ് ആണ്. അവൻ ആ പുല്ലിൻ്റെ ഓവർ എടുത്തിട്ടുണ്ട്. അവൻ അവിടെ പുല്ലിൻ്റെ ഓവർ എടുത്താൽ എനിക്ക് പുല്ലാണ് കേസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബുയി അടിച്ചിട്ടുണ്ട്. അതത്രയേ ഉള്ളൂ. ഓക്കെ, കംബാക്ക് അടിച്ച് നമ്മൾ ബുയി അടിച്ചിട്ടുണ്ട്. എന്തായാലും ടോക്കർ കിങ്ങിൻ്റെ അക്കൗണ്ടിൽ കയറി കേസ് നമ്മളിന്ന് ഒരു ബുയയും കാര്യങ്ങളൊക്കെ ലോൺ ലൂഫിൽ അടിച്ചിട്ടുണ്ട്.
അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പയ്യെ അങ്ങ് നിർത്താൻ പോവാണ്. അപ്പം ഇപ്പോൾ ഗീസ് നമ്മുടെ അക്കൗണ്ടാണ് ഗീസ് ആ താഴെ കാണുന്നത്, ഫ്രണ്ടിനോടെ കാണുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ജോയിൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അതുവരേക്കും ബൈ.